സ്ത്രീകൾക്ക് ലൈംഗികത എന്നത് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പുരുഷനായിരുന്നു. ഒരുപാട് മെൻ്റലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രണയമുള്ള ഒരാളിൽ നിന്ന് കിട്ടുമ്പോഴാണ് ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിക്കാൻ വേണ്ടി പറ്റുക. ചിലപ്പോൾ അവരടുത്ത് വരുമ്പം തന്നെ അവരുടെ ബോഡി അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടാവും. അല്ലാതെ എത്ര ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അവരുടെ ബോഡി അതിന് വേണ്ടിയിട്ട് റെഡി ആവുന്നില്ല. കാരണം എല്ലാം ബ്രെയിനാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈംഗികതയിൽ ഏർപ്പെടുന്നത് അല്ലേ. അപ്പോൾ ആ രീതിയിൽ നല്ല ഇഷ്ടമുള്ള ഒരാൾ കൂടി ലൈംഗികതയിൽ ഏർപ്പെടുമ്പോൾ അവർ ഇഷ്ടപ്പെടുന്ന ചില പൊസിഷനുകളെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതിന് മുമ്പ് ലിംഗമൊക്കെ ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ വലുപ്പം വെക്കുവാൻ യഥാർത്ഥ സൈസിലേക്ക് എത്തിക്കാൻ വേണ്ടി, അല്ലാണ്ട് എക്സ്ട്രാ വളരുന്നല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ് കൊണ്ടൊക്കെ ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥ സൈസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളത് നല്ല രീതിയിൽ സ്ട്രോങ് ആക്കാതിരിക്കാനും ലൈംഗിക ഹെൽത്തൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു ബൂസ്റ്റപ്പ് കോംബോ പരിചയപ്പെടുത്താം. നേച്ചർ മാനിയൻ്റെ ലിഫ്റ്റ് അപ്പ് ക്യാപ്സ്യൂളും ഓയിലും വിത്ത് ശിലാജിത്തും, ഈ 3 കോമ്പിനേഷൻ. ഇതിലടങ്ങിയിരിക്കുന്ന അശ്വഗന്ധ, ശിലാജിത്ത്, അത് സേഫ് മുസ്ലി, അതുപോലെ ശിലാജിത്ത്, ലങ്, ഇതൊക്കെ നിങ്ങളുടെ ലൈംഗികപരമായിട്ടുള്ള സ്റ്റാമിന കൂട്ടാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ലൈംഗിക സമയമൊക്കെ ദീർഘിപ്പിക്കാൻ വേണ്ടിയിട്ടും നല്ല സ്ട്രോങ് ആയിട്ടുള്ള യഥാർത്ഥ സൈസിലുള്ള ഒരു ലിംഗത്തിലേക്ക് എത്തിക്കാനും സഹായിക്കും. ഓവറോൾ ലൈംഗിക ഹെൽത്ത് കൂട്ടുക മാത്രമല്ല, നിങ്ങളുടെ എനർജിയും വൈറ്റാലിറ്റിയൊക്കെ കൂട്ടുന്നുണ്ട്. കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമൊക്കെ കൂട്ടുന്നു. 100% നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലടങ്ങിയിരിക്കുന്നത്. ഈ ക്യാപ്സ്യൂൾ എങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു ഭക്ഷണശേഷം 20 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഇളം ചൂടുവെള്ളത്തിൽ കുടിക്കുക. 2 നേരം നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ലിംഗത്തിലൊന്ന് പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം കുളിക്കാവുന്നതാണ്. ശിലാജിത്ത്, അതൊരു പയറുമണീൻ്റെ അത്ര എടുത്തിട്ട് ഒരു വെള്ളത്തിലോ ഒക്കെ ഒന്ന് ഡൈലൂട്ട്, എന്തെങ്കിലും ജ്യൂസിലോ എന്തെങ്കിലുമൊക്കെ ആവാം, ഒന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് കുടിച്ചാൽ മതി 2 നേരം. 2 മാസം ഇത് യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വളരെയധികം വ്യത്യാസം നിങ്ങളുടെ ലൈഫിൽ കാണും. അപ്പോൾ ഈ ബൂസ്റ്റപ്പ് കോംബോ വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് കമൻ്റായിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലൂടെ കയറി പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഇപ്പം നല്ലൊരു ഫോർ പ്ലേ അതിന് മുമ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു തരത്തിലുള്ള പൊസിഷനും എൻജോയ് ചെയ്യാൻ പറ്റില്ല. ശരിയായിട്ടുള്ള ഒരു ഫോർ പ്ലേയിലൂടെ ഏറ്റവും നല്ല രീതിയിൽ അവരുടെ ബോഡിയെ ഒരുക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് യോനിയിലൊക്കെ നനവ് വന്നതിന് ശേഷം മാത്രമായിരിക്കണം ഓരോ പൊസിഷൻ ചെയ്യാൻ വേണ്ടി. എങ്കിൽ മാത്രമേ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ ഒരു രതിമൂർച്ചയിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതിലൊന്നാണ് ഡോഗി പോലുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് ഡീപ്പായിട്ടുള്ള ലിംഗം അതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട്, യോനിയിലേക്ക്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു രതിമൂർച്ചയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അത് സാധിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയായ തരത്തിലുള്ള ഫോർപ്ലേ ഒന്നും ഇല്ലാണ്ടാ ചെയ്യുന്നെങ്കിൽ അവർക്ക് വേദന മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു രതിമൂർച്ചയിലേക്ക് അവരെത്തിക്കില്ല. അപ്പോൾ ശരിയായ രീതിയിൽ നല്ല രീതിയിൽ ഒരു അരമണിക്കൂറൊക്കെ നിങ്ങളൊരു ഫോർപ്ലേയിൽ ഏർപ്പെട്ടതിന് ശേഷം ഒരു 20 മിനിറ്റൊക്കെ മതിയാവും. ശേഷം മാത്രമേ ഇങ്ങനെയുള്ള പൊസിഷനിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അവർക്കത് വേദന ഉണ്ടാക്കുള്ളൂ കേട്ടോ. അതുപോലെയാണ് സ്പൂണിങ്. ഒരു സ്പൂണിൻ്റെ മുകളിൽ ഒരു സ്പൂൺ വെച്ചാൽ എങ്ങനെ അതേപോലെ കിടന്നിട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെങ്കിൽ സ്കിൻ ടു സ്കിൻ ഇങ്ങനെ ഒരു ടച്ച് വരുമ്പം തന്നെ നിങ്ങൾക്ക് നല്ല ഹാപ്പി ഹോർമോൺസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് ഭയങ്കര ഒരു റൊമാൻറ്റിക്കായിട്ട് ആ സമയത്ത് തന്നെ അവർ ചെവിയിൽ നക്കുകയോ കടിക്കുകയോ അല്ലെങ്കിൽ അവരോടുള്ള ഇഷ്ടമൊക്കെ തുറന്നു പറയുകയൊക്കെ ആ സമയത്ത് അങ്ങനെയൊക്കെ ആ പൊസിഷനിൽ ഏർപ്പെടുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അവർക്ക് കൂടുതലായിട്ട് അവർക്കത് എൻജോയ് ചെയ്യാനും നല്ലൊരു രതിമൂർച്ചയിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കും. ഇത് സ്ത്രീകൾ ഭയങ്കര അധികം എൻജോയ് ചെയ്യുന്ന ഒരു പൊസിഷനാണ്. അതുപോലെ സ്ത്രീ മുകളിലായിട്ട് വരുന്ന കൗകൾ, അത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ കൺട്രോൾ അവരെടുത്താണ് അല്ലേ. അപ്പോൾ എങ്ങനെ നിന്ന് അല്ലെങ്കിൽ ഏത് രീതിയിലിരുന്ന് എങ്ങനെ ഗ്രൈൻഡ് ചെയ്യുമ്പോഴാണ് അവർക്ക് അവരുടെ ക്രിസേരി നന്നായിട്ട് ഒന്ന് ഉത്തേജിപ്പിക്കാൻ പറ്റുമെന്നും ഏറ്റവും നല്ല രീതിയിൽ ഏത് ലെവലിൽ ചെയ്തിട്ടുണ്ടെങ്കിലാണ് അവർക്ക് നല്ല രതിമൂർച്ചയിലേക്ക് എത്തുകയെന്നും അവരുടെ കൺട്രോളിലായിരിക്കുന്നുണ്ട് അവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ അത് ആസ്വദിക്കാനും പറ്റും. മാത്രമല്ല അതേ സെയിം ടൈമിൽ തന്നെ അവർക്ക് മുലകൾ കൂടി ഉത്തേജിപ്പിക്കാൻ വേണ്ടി പറ്റുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ ഒരു രതിമൂർച്ചയിലെത്തിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സാധാരണ മിഷനറി. ഇതെന്ന് പറയുമ്പോൾ ഫേസ് ടു ഫേസ് കാണുകയല്ലേ, അവരെ കണ്ണിലോട്ട് നോക്കുകയാണ്, ശരിക്കും ആത്മാവുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ അവർ റൊമാൻറ്റിക്കാകാനും ശരിയായ രീതിയിലൊരു ക്രിസരിയിൽ നല്ല രീതിയിലൊരു പ്രഷർ കിട്ടുന്നതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്യാൻ പറ്റുകയും ചെയ്യും, രതിമൂർച്ചയിലെത്തിക്കാനും പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.